കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ വൈകിയ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ ദൈവം നൽകിത്തന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇപ്രകാരമൊരു അവസരമൊരുക്കി തന്ന കർത്താവിൻ്റെ ദാസി റോസ്ലിൻ സുരേഷ് പ്രിയാൻറ്റിയോടുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ഈ കാലഘട്ടത്തിൽ ശക്തമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസിയാകിയാൽ പ്രിയ ആൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും, എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ നമുക്കൊരു ദൈവവചനത്തിൽ നിന്നൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യങ്ങൾ. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കപ്പെടുവാനിടയായിത്തീർന്നത്. വേദപുസ്തകം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത്, എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ആരാണ് എളിയവൻ? നാം നമ്മുടെ ദേശങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാം ചുറ്റുപാടുകൾ കണ്ണോടിക്കുകയാണെങ്കിൽ, തൻ്റെ സ്വയം പ്രയത്നത്തിൽ ഉപജീവിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയെ, തനിക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ, മറ്റുള്ളവരുടെ സഹായം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ എളിയവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള വ്യക്തിയെ പീഡിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ വ്യസനിപ്പിക്കുന്ന ഒരു വ്യക്തിവിധമാണ് ഒരു വ്യക്തിജീവിതമെങ്കിൽ അവർ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ദ ടോൺസ് ഹിസ് മാസ്റ്റർ എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ യജമാനനെ പരിഹസിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നാം ഓരോരുത്തരും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വ്യക്തിജീവിതമായി തീരണം നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നാം ഓരോരുത്തരും. നാം ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ യാതൊന്നും കൊണ്ടുവന്നിട്ടില്ല, നാം ഇവിടെ നിന്ന് പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് തിരുവചനം തന്നെ നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സകല മനുഷ്യരും ഒരേ കാറ്റഗറിയിലാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പരസ്പരം സഹായത്തോടെ, പരസ്പരം കൈത്താങ്ങലോടുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മളവിടെ കാണുന്നത്, നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. അവൻ്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. അവൻ ദരിദ്രനും അതിനായി ആശിച്ചുകൊണ്ടിരിക്കുന്നവനുമല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിക്കുവാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരരുത്. സ്തോത്രം. ദൈവവചനം അവിടെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം ഇപ്രകാരമാണ്, നിന്റെ സഹോദരനെയോ അല്ലെങ്കിൽ നിന്റെ ദേശത്ത് പാർക്കുന്നതായ ഒരു എളിയവനെയോ അവനെ ദണ്ഡിപ്പിക്കരുത്, അവനെ വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അവൻ്റെ കൂലി അന്ന് തന്നെ തനിക്ക് നൽകണം. തൻ്റെ കൂലി പിന്നത്തെ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ കാത്തു നിൽക്കുവാൻ ഇടവരരുത്.
അപ്പോൾ തന്നെ തനിക്ക് നൽകണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കാരണം സ്തോത്രം, അവന് കൊടുക്കേണ്ടുന്നതായ പ്രാധാന്യവും അവന് കൊടുക്കേണ്ടുന്നതായ വാല്യൂവും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം താൻ കാത്തിരിക്കുന്നത് തൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരു പ്രയത്നം തനിക്ക് ഉപജീവനത്തിനായിട്ട് ലഭിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെയാണ് തൻ്റെ ജോലി സ്ഥലത്തിലേക്ക് താൻ ഇറങ്ങിച്ചെല്ലുന്നത്. എന്നാൽ താൻ അവിടെ നിന്ന് രാവിലെ മുതൽ വൈകുന്നത് വരെ കഷ്ടപ്പെട്ടതിനനുസരിച്ച് അനന്തരം അവിടെ നിന്ന് വീണ്ടും വേദനയോടുകൂടെ താൻ മടങ്ങിപ്പോകുവാനിടയായി തീരരുത്. തൻ്റെ വേദനയ്ക്കൊരു ശമനം വരുവാൻ വേണ്ടി, തൻ്റെ വേദനയ്ക്ക് ഒരു 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 തൃപ്തി ഉണ്ടാകുവാൻ, തൻ്റെ വേദനയ്ക്ക് ഒരു അറുതി ഉണ്ടാകുവാൻ വേണ്ടി തൻ്റെ യജമാനൻ അത് തിരിച്ചറിഞ്ഞ് തൻ്റെ വേദനയെ ശമിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകണം. ഇവിടെ പറയുന്നത് അപ്രകാരമുള്ള ഒരു അനുഭവം നമുക്ക് ഓരോരുത്തരും ഉണ്ടാകണം. നാം അറിഞ്ഞോ അറിയാതെയോ ഒരു വ്യക്തി ജീവിതത്തിന് വേദന ഉണ്ടാകുവാൻ, വിഷമമുണ്ടാകുവാൻ ഇടവരരുത്. അങ്ങനെ സംഭവിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ യജമാനായ, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ നാം നിന്ദിക്കുന്നതിന്, നമ്മുടെ ദൈവത്തിനെ നാം പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു. ഇന്ന് വൈകിയ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ ആർക്കും വേദന ഉളവാകുവാൻ ഇടവരരുത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നതായിരിക്കണം, അവരെ കൈത്താങ്ങുന്നതായിരിക്കണം. ഒരുപക്ഷെ നമുക്കവരെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ഒരുപക്ഷെ അവരുടെ അവസ്ഥകളെ അതോടൊപ്പം നമുക്ക് പരിഹരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ നമുക്ക് നൽകുവാൻ കഴിയുന്നതൊന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും, അവർക്ക് വേണ്ടുന്നതായ ഗൈഡൻസുകൾ നമുക്ക് നൽകി കൊടുക്കുവാനും കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ നാം എല്ലാവരും വിലപ്പെട്ടവരായിരിക്കും. നിശ്ചയമായിട്ടും കർത്താവിനെ നാം ബഹുമാനിക്കുന്നവരായിരിക്കും, കർത്താവിനെ നമ്മൾ മാനിക്കുന്നവരായിത്തീരും. അല്ലാഞ്ഞാൽ നമ്മൾ കർത്താവിനെ നിന്ദിക്കുന്നവരാണെന്ന് വേദപുസ്തകം നമ്മെ വിളിച്ചു പറയുന്നു. സൃഷ്ടാവിനെ നമ്മൾ നിന്ദിക്കുന്നവരായി തീരരുത്, നാം കർത്താവിനെ ബഹുമാനിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ബഹുമാനിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടപ്പെട്ടവരാണ്. കാരണം നമ്മുടെ ആയുസ്സും ആരോഗ്യവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാകിയാൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി നാം തയ്യാറാകണം. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിച്ച പ്രകാരം നാം മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുള്ളവരാണോ എന്ന് നാം ചിന്തിക്കുവാൻ വേണ്ടി തയ്യാറാകണം. സ്തോത്രം. പലപ്പോഴും ദൈവം നമ്മിൽ നിന്ന് വൻകാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. നാം ഇന്നിന്ന പ്രകാരം മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും അതിന് നമുക്ക് സാധ്യമായി തീരുന്നില്ല. സ്തോത്രം. നല്ല ശമര്യക്കാരൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം പഠിപ്പിക്കുന്നതായ ഒരു പാഠമെന്ന് പറയുന്നത്, സ്തോത്രം, പലരും ആ യൗവനക്കാരനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ, കള്ളന്മാരാൽ പീഡയേറ്റതായ ആ വ്യക്തി ജീവിതത്തെ പലരും ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ, സ്തോത്രം, പുരോഹിതനും ലേവ്യനെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയപ്പോഴും നല്ല ശമര്യക്കാരൻ തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാനിടയായി. ഇന്ന് വൈകിയ വേളയിൽ ഞാൻ പറയട്ടെ, നമ്മൾ സാഹചര്യങ്ങളെ, ഒരു വ്യക്തി ജീവിതത്തിൻ്റെ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുക എന്നുള്ള കർത്തവ്യം, ആ ഒരു ദൗത്യം ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. നാം കണ്ടിട്ടും കാണാത്തവരെ പോലെ പോകുവാനായിട്ടല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവരുടെ കഷ്ടതയിലേക്ക്, അവരുടെ വേദനയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുവാനിടയായി തീരണം. നമ്മുടെ ദേശത്തിൽ നമ്മുടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ, നമ്മുടെ ചാർച്ചക്കാരായിക്കൊള്ളട്ടെ, നമ്മുടെ സ്നേഹിതരായിക്കൊള്ളട്ടെ, അവരുടെ വേദന എന്താണെന്ന് അറിയുവാൻ വേണ്ടി നാം തയ്യാറാകണം. നമുക്ക് ലഭിച്ച സന്തോഷം, നമുക്ക് ലഭിച്ച നന്മകൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവരുടെ വേദനകളിൽ നമുക്കും പങ്കുചേരുവാൻ, അവരെ കൈത്താങ്ങുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ നമുക്കും സാധ്യമായി തീരും. ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവം അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറ്റുള്ള വേദനകൾ നാം തിരിച്ചറിയുവാനിടയായി തീരണം. ഹല്ലേലൂയ. നല്ല ശമര്യക്കാരൻ ചെയ്ത ഒരു ഭാഗം, ഒരു നല്ല കാര്യമെന്ന് പറയുന്നത് തൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനിടയായി. ഹല്ലേലൂയ.
നമുക്കും വേദനിക്കുന്നവരുടെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഉള്ള ഒരു ദൈവിക കാഴ്ചപ്പാട്, ഒരാത്മീയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. വേദനിക്കുന്നവരുടെ അടുക്കിലേക്ക്, ആവശ്യക്കാരായവരുടെ അടുക്കിലേക്ക് നമ്മൾ ചെന്ന് ചേരുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. പലപ്പോഴും സ്തോത്രം, മറ്റുള്ളവർ അറിയുവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി പലപ്പോഴും അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാറുണ്ട്. എന്നാൽ ആരും കാണാതിരിക്കുമ്പോൾ, ആരും അറിയാത്ത സ്ഥാനങ്ങളിൽ പലപ്പോഴും ഈ ദൈവിക ഹിതവും ദൈവിക പ്രവർത്തികളും വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മൾ ഒരു വ്യക്തിവിധത്തിൻ്റെ വേദന അറിയുവാനും കൈത്താങ്ങുവാനും അവരെ സഹായിക്കുവാൻ വേണ്ടി തയ്യാറാകണം. അതാണ് നല്ല ശമര്യക്കാരൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മെ പഠിപ്പിക്കുന്നത്. വേണമെങ്കിൽ ശമര്യക്കാരന് അവിടെ നിന്ന് ആ വ്യക്തിവിധത്തെ മൈൻഡ് ചെയ്യാതെ പോകാമായിരുന്നു. എന്നാൽ താൻ അതിന് തയ്യാറായില്ല. തൻ്റെ മുറിവിനെ കെട്ടുവാനും തനിക്ക് എണ്ണ പൂശുവാനും തനിക്ക് വേണ്ടുന്ന എല്ലാ കെയറിങ്ങും ചെയ്യുന്നതായിട്ട് നമ്മൾ ആ ഭാഗത്ത് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരുവൻ്റെ മുറിവിനെ കെട്ടുവാൻ കഴിഞ്ഞാൽ, ഒരുവൻ്റെ ഹൃദയത്തിലെ വേദനയൊന്ന് അകറ്റുവാനായി കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സംഗതിയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയുവാൻ വേണ്ടി തയ്യാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വൈകിവേളയിൽ ദൈവം നമ്മിൽ ആഗ്രഹിക്കുകയാണ് മറ്റുള്ള വേദനകൾ തിരിച്ചറിയുക, മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുക, കൈത്താങ്ങുക. അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ ബഹുമാനിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തെ നാം മാനിക്കുകയാണ്. നാം ദൈവത്തെ നിന്ദിക്കുകയല്ല, ദൈവത്തെ നാം മാനിക്കുകയാണ്. നാം ഇതൊന്നും ചെയ്യുന്ന വ്യക്തിയല്ലെങ്കിൽ ദൈവത്തെ നാം നിന്ദിക്കുകയാണ്, ദൈവത്തെ നാം പരിഹസിക്കുകയാണ്, ദൈവത്തെ നാം ബഹുമാനിക്കുന്നില്ല. ഇന്ന് വൈകിവേളയിൽ ഞാൻ പറയട്ടെ, നാം ഓരോരുത്തരും ദൈവത്തെ നിന്ദിക്കുന്നവരായി തീരരുത്, നാം ദൈവത്തെ മാനിക്കുന്നവരായി തീരണം. നമുക്ക് എങ്ങനെയെല്ലാം ദൈവത്തെ മാനിക്കുവാനായി കഴിയുമോ അപ്രകാരമെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി നാം തയ്യാറാകണം. കാരണം അവിടുത്തെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ എപ്പോഴുമുണ്ട്. ഹല്ലേലൂയ, നമ്മെ ഓരോരുത്തരും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെയും നിലവുകളെയും എല്ലാം നന്നായിട്ട് ആരാഞ്ഞറിയുന്ന ഒരു ദൈവസന്നിധിയിലാണ് നാം മുന്നോട്ട് പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ വേണ്ടി തയ്യാറാകണം. നാം ദൈവത്തെ മാനിക്കുന്നവരായി തീരണം. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ സാധ്യമായി തീരുന്നത് എപ്രകാരമാണ്? നന്മയാൽ തിന്മയെ ജയിക്കുമ്പോഴാണ് നമുക്ക് നന്മ ചെയ്യാൻ കഴിയുന്നത്. വേദപുസ്തകവും അതാണ് നമ്മെ വിളിച്ചു പറയുന്നത്, നന്മയാൽ തിന്മയെ ജയിക്കുക. സ്തോത്രം. വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, നന്മയാൽ തിന്മയെ ജയിക്കുക. പലപ്പോഴും പല തിന്മ പ്രവർത്തികൾ, പല തിന്മയായ സ്വാധീനങ്ങളാണ് ഓരോ വ്യക്തിവിധങ്ങളെയും അടിമപ്പെടുത്തി നന്മയെ കീഴ്പ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, എവിടെയാണ് നാം പരാജയപ്പെടുന്നത്, എവിടെയാണ് പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നന്മയാൽ നമുക്ക് തിന്മയെ ജയിക്കുവാനായി കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നല്ല ശമര്യക്കാരൻ ആ വ്യക്തിവിധത്തിൻ്റെ, ആ പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ആ അത്രപ്രാണനായ വ്യക്തി ജീവിതത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ തനിക്ക് നന്മ ചെയ്യുവാനായി കഴിഞ്ഞു. എന്നാൽ സ്തോത്രം, താൻ അവിടെ നിന്ന് മാറിപ്പോയിരുന്നുവെങ്കിൽ തനിക്ക് ആ നന്മ സാധ്യമായി തീരുകയില്ല. നമുക്ക് നന്മ ചെയ്യുവാൻ കഴിയുന്നത് നാം ആ സാഹചര്യത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിലുള്ള ആദ്യത്തെ ദൗത്യമെന്ന് പറയുന്നത്. നാം ആ സാഹചര്യത്തിലേക്ക് എത്തപ്പെടുക, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ മേഖലകളിലേക്ക് നാം എത്തപ്പെടണം. ദൈവം ആഗ്രഹിക്കുന്ന ആ പദ്ധതിയിലേക്ക് നാം എത്തപ്പെടണം. ദൈവം ആഗ്രഹിക്കുന്ന ആ ഹിതത്തിലേക്ക് നാം എത്തപ്പെടണം. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നന്മ ചെയ്യുവാനായി കഴിയും. ദൈവം ആഗ്രഹിക്കുന്ന ആ പ്രവൃത്തി നമുക്ക് ചെയ്തെടുക്കുവാനായി കഴിയും. ഇന്ന് ഞാൻ പറയട്ടെ, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ആ നന്മ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ആ മേഖലകളിലേക്ക് നാം എത്തപ്പെടണം. സ്തോത്രം.
1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നന്മ ചെയ്യുന്നവരാണോ? നിശ്ചയമായിട്ടും നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുന്നവരാണ്. ദൈവത്തെ മാനിക്കുന്നവരാണ്. നാം ദൈവത്തെ കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുക്കുന്നവരായിരുന്നു വാസ്തവത്തിൽ നാം എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. നാം നന്മ ചെയ്യുന്നവരാണെങ്കിൽ നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. സ്തോത്രം. നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളൊരു ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്നവരാണ്. എന്നാൽ അതിൽ എത്രത്തോളം നന്മ നാം പ്രവർത്തിക്കുന്നുണ്ട്, എത്രത്തോളം നമുക്ക് വേണ്ടി സമയം നാം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം എത്രത്തോളം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, നാം നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് വൈകിയ വേളയിൽ നാം ചിന്തിക്കണം, നാം എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ദേശക്കാർക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി നാം എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ളവരെ നിശ്ചയമായിട്ടും കർത്താവ് മാനിക്കും. അങ്ങനെയുള്ളവരെ ദൈവം നിശ്ചയമായിട്ടും കർത്താവ് അറിയുന്നുണ്ട്. നന്മ ചെയ്യുന്നവരെ കർത്താവിൽ നിന്നുള്ളവരാണ്. നന്മ ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തെ അവർ കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയില്ലേ, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പറയാൻ കഴിയില്ലേ, ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, ദൈവം നമുക്ക് കാണിച്ചു തന്ന നന്മയുടെ പ്രവൃത്തികൾ, പലർക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം നമുക്ക് നിയോഗങ്ങൾ തന്നിട്ടില്ലേ? സ്തോത്രം. അത് ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ടാണ്, നാം ദൈവത്തിൽ നിന്നുള്ളവരായതുകൊണ്ടാണ്, നാം ദൈവത്തിനുള്ളവരായതുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം മക്കളെങ്കിലോ അവകാശികളാണ്. എന്നാൽ ആ അവകാശം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആ അവകാശികളായ ദേശത്ത് അനേകരുണ്ട്, അവർക്കും കൂടെ ഉള്ളതാണ്. നാം അത് തിരിച്ചറിഞ്ഞ് ആ അവകാശത്തിലേക്ക് അവരെയും കൈപിടിച്ച് നടത്തുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ദൈവത്തെ നിന്ദിക്കുന്നവരായി തീരരുതേ, ദൈവത്തെ ബഹുമാനിക്കുന്നവരായി തീരുക. സ്തോത്രം. ഹല്ലേലൂയ. അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്നു, അനേകർ തകർന്നുകൊണ്ടിരിക്കുന്നു, അനേകർ വേദനയിലായിരിക്കുന്നു. അവരെയും കരം പിടിച്ച് ഈ വാഗ്ദത്തത്തിലേക്ക്, ഈ നന്മയിലേക്ക്, ഈ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സ്തോത്രം. ഒരു പക്ഷേ നാം നന്മ ചെയ്യുമ്പോൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും, നിന്ന് അനുഭവിക്കേണ്ടി വരും, പരിഹാസം അനുഭവിക്കേണ്ടി വരും. എന്നാലും നാം മടുത്തു പോകാതിരുന്നാൽ തക്ക സമയത്ത് കർത്താവ് മാനിപ്പാൻ സർവശക്തനായ ദൈവമാണ്. ഒരു പക്ഷേ സ്തോത്രം, ഒരു വ്യക്തി ജീവിതത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോൾ ആരും നമ്മെ കണ്ടെന്ന് വരില്ല, ആരും നമുക്ക് തരേണ്ടുന്ന മാന്യതകൾ നൽകിത്തരുമെന്ന് നാം ചിന്തിക്കരുത്. നമ്മെ മാനിച്ചില്ലെങ്കിലും നമ്മെ മാനിക്കുന്നൊരു സ്വർഗമുണ്ട്, നമ്മെ സ്തോത്രം ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. സ്തോത്രം. നാം ചെയ്യുന്ന നന്മയിൽ അതിൽ കഷ്ടമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എന്നാൽ ഇത് ദൈവത്തിന് പ്രസാദമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് നാം ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നാം തിരിച്ചറിയുക, ഇത് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് നാം തിരിച്ചറിയുവാൻ വേണ്ടി തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളാണ്. സ്തോത്രം. പലപ്പോഴും നമുക്ക് ആ മേഖലകളിൽ എത്തപ്പെടുവാനായി കഴിയുന്നില്ല. നാം ചിന്തിക്കുന്നത് നാം പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പരിമിതികളാണ് പലപ്പോഴും സത്യമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ മാനുഷിക തലങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം തിരിച്ചറിയണം, ദൈവം നിന്ന് വലിയ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. സങ്കീർത്തനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, അങ്ങനെയുള്ളവൻ യഹോവയുടെ കൂടാരങ്ങളിൽ പാർക്കും. സ്തോത്രം. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്ത ഒരു വ്യക്തിവിധമായിരിക്കണം നാം ഓരോരുത്തരും. നമുക്ക്
വേദനയായിരിക്കാം അത് സമ്മാനിക്കുന്നത് നാം ഒരു വ്യക്തിത്വത്തെ സഹായിക്കുമ്പോൾ. എന്നാൽ നിശ്ചയമായിട്ടും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനായിരിക്കണം. ഒരു നന്മയുടെ വശം, ഒരു നന്മയുടെ ഭാഗത്ത് നാം നിൽക്കേണ്ടി വന്നാൽ ചിലപ്പോൾ നമുക്ക് അവിടെ വേദനയായിരിക്കാം സംഭവിക്കുന്നത്, ഒറ്റപ്പെടലായിരിക്കാം സംഭവിക്കുന്നത്, നമ്മെ പരിഹസിക്കുന്ന അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. അത് നിമിത്തം നമുക്ക് ബന്ധുക്കളോ ചാർച്ചക്കാരോ അല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ നമ്മെ ഒറ്റപ്പെടുത്തി എന്ന് വരാം. എന്നാൽ ദൈവവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, അവർക്ക് യഹോവയുടെ കൂടാരത്തിൽ പാർക്കാൻ കഴിയും. സ്തോത്രം. ദൈവം ഒരു കൂടാരം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. ആ കൂടാരത്തിൽ അവർക്ക് വേണ്ടി ഒരു വാസസ്ഥലം ദൈവം നിശ്ചയമായിട്ടും ഒരുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാസസ്ഥലം കർത്താവ് നിശ്ചയമായിട്ടും ഒരുക്കുന്നുണ്ട്. അവിടെ നിന്ദകളില്ല, അവിടെ പരിഹാസങ്ങളില്ല, അവിടെ ഒറ്റപ്പെടുത്തലുകളില്ല. സ്തോത്രം. അവിടെ പക്ഷാപക്ഷങ്ങളില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ ദൈവത്തോട് കൂടെ പാർപ്പിക്കുവാൻ വേണ്ടി ഒരു കൂടാരം ഒരുക്കുകയാണ്. ആ കൂടാരത്തിൽ നമുക്ക് ചെന്നു ചേരണമോ? ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രമാണിപ്പാൻ വേണ്ടി തയ്യാറാകണം. സ്തോത്രം. ദൈവത്തെ നിന്ദിക്കുന്നവരായിട്ടല്ല, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്തോത്രം ബഹുമാനം നാം കൊടുക്കണം. ദൈവത്തെ കൊടുക്കേണ്ടുന്ന ബഹുമാനം നാം നൽകുവാൻ വേണ്ടി തയ്യാറാകണം. ആ കർത്താവ് സ്തോത്രം നമ്മോട് പറയുന്നു, ഞാൻ ഇതാ വേഗം വരുന്നു. സ്തോത്രം. ലോകത്തിലെ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. ആ കൂടാരത്തിൽ പാർപ്പിക്കുവാൻ വേണ്ടി, നമ്മെ ചേർക്കുവാൻ വേണ്ടി ആ കർത്താവ് കടന്നു വരുവാനായി പോവുകയാണ്. ആ കർത്താവ് വേഗത്തിൽ വരുവാനായി പോവുകയാണ്. സ്തോത്രം. എത്ര പേർ തയ്യാറാണ് ആ പിതാവിനോട് കൂടെ ആ കൂടാരത്തിൽ പാർക്കുവാൻ വേണ്ടി, ദൈവത്തോട് കൂടെ വസിക്കുവാൻ വേണ്ടി എത്ര പേർ തയ്യാറാണ്? സ്തോത്രം. ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തെ നിന്ദിക്കാതെ ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെ, തൻ്റെ മക്കളെ ചേർക്കുവാൻ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. ഈ ഒരു പ്രത്യാശ നിമിഷങ്ങളിലേക്ക് എത്ര പേർ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു? എത്ര പേർ ആ ഒരു സുദിനം കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു? ആ കൂടാരത്തിൽ. സ്തോത്രം. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൽ പറയുന്ന ഇപ്രകാരമാണ്, അവർ ദൈവം താൻ അവരുടെ ദൈവമായി കൂടെയിരിക്കുന്ന ഒരു അനുഭവം. അവൻ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന അനുഭവം. സ്തോത്രം. നാം ഈ ഭൂമിയിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ നാം ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേകരുടെ കണ്ണുനീർ തുടച്ചെങ്കിൽ നമ്മുടെ കണ്ണുനീർ കർത്താവ് തുടയ്ക്കും. നാം അനേകരെ സഹായിച്ചുവെങ്കിൽ നമ്മെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. സ്തോത്രം. നമുക്ക് വേണ്ടി നമ്മെ കൈത്താങ്ങുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. ആ കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാനായി ഇടയായിത്തീരും. അതിനായി എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ അടിയനും പങ്കുചേരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, റോസ്ലാൻഡിക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വീണ്ടും ശക്തീകരിച്ചാട്ടെ. ഈ ദൈവിക വചനങ്ങളെ അനേകരിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം തിരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയിലൂടെ ദൈവവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ കടന്നു പോകുന്ന അനുഭവങ്ങളും അവസ്ഥകളും എല്ലാം ദൈവം നന്നായിട്ട് അറിയുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ, പ്രയാസത്തോടുകൂടെ സ്തോത്രം വിവിധമായ നിരാശയിലായിരിക്കുന്ന ദൈവജനത്തെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന കരം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ശമര്യക്കാരനായ യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ ഭവനങ്ങളിലേക്ക്, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങി അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം നൽകുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സർവശക്തനായ ദൈവമാകിയാൽ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയെ നിന്ദിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ അവരെ അങ്ങയെ ബഹുമാനിക്കുന്നവരായി തീരുന്നവരായി
ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു അനുഭവമുള്ളവരായി മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു കർത്താവ്, അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായി. എന്നാൽ അവിടുത്തെ വരവെങ്കിൽ ഞങ്ങൾ കൈവിടപ്പെട്ടു പോകുന്നവരായി തീരാതെ, അവിടുത്തെ വരവെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യ തുറമുഖത്ത്, ആ നിത്യ കൂടാരത്തിൽ ഞങ്ങൾക്കും പാർക്കുവാനുള്ള ഭാഗ്യപദവി ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിനായി സ്തോത്രം. അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ, എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് നഷ്ടപ്പെട്ടു പോകാതെ ആ കൂടാരത്തിൽ ദൈവത്തോട് കൂടെ വസിപ്പാനുള്ള ഭാഗ്യപദവി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകി തരുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കുമാറാകണമേ. എല്ലാവരുടെ ആവശ്യങ്ങൾ നടുവിലും കർത്താവിൻ്റെ കൃപ കൂടെയിരുന്ന് അവിടുന്ന് വഴി നടത്തുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവത്തിൻ്റെ വിശേഷമായ കൃപ സകല കുടുംബങ്ങളിൽ, സകല വ്യക്തിവിധങ്ങളുടെ മേലും അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ദൈവവചനത്തെ ശ്രവിച്ച പ്രിയമുള്ളവരെ, എല്ലാ പ്രിയമുള്ളവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അതിനെ സ്തോത്രം ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്താവിൻ്റെ ദാസ റോസ്ലി ആൻറ്റിയോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.